ചേട്ടാ, ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം പൂർണ്ണമായും ഒരു വഷളാവുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ വിസ നിർത്തലാക്കി രണ്ട് രാജ്യങ്ങളും ഇങ്ങനെ പോയാലൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ നമ്മുടെ ഈ ഇന്ത്യ എന്താ പറയുക മുളയിലേ നുള്ളുക എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ബംഗ്ലാദേശ് നമ്മൾ പാകിസ്ഥാനെ കാണുന്ന പോലെ കാണാൻ സാധ്യതയില്ല. കാരണം അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളോട് നമുക്കുള്ള ഒരു പകയോ കാര്യങ്ങളോ ഇല്ലല്ലോ. പാകിസ്ഥാൻ ഭീകരവാദികളുടെ സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ എതിരേക്കുന്നത്. ബംഗ്ലാദേശികളോട് നമുക്ക് അത്തരത്തിലുള്ള ഒരു കുറഞ്ഞല്ല. പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. നമ്മൾ തന്നെ 1970-കളിൽ ഞാൻ വായിച്ചറിഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സ്കൂളുകളിലും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലൊക്കെ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. 5 പൈസേൻ്റെ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. 5 പൈസേൻ്റെ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബംഗ്ലാദേശിന് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അന്നത്തെ സിനിമാ തിയേറ്ററുകളിലായിക്കോട്ടെ, പെട്രോൾ പമ്പുകളിലായിക്കോട്ടെ, ഇവിടെയെല്ലാം തന്നെ സെസ്സുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് സെസ് എന്ന് പറയാം, അന്നൊരു നികുതി ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ്. ആ രാജ്യം ഇന്ന് അവസ്ഥ മാറിപ്പോയി. കൂടുതലായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം രൂക്ഷമാവുന്ന അല്ലെങ്കിൽ കലുഷിതമാവുന്ന ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം, ആ നീക്കം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനായിട്ടുള്ള ഇൻഖിലാബ് മഞ്ച് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കൊല്ലപ്പെട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ അത്തരം ഒരുപാട് വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ഇവരാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ താഴെയിട്ടത്. അപ്പം ആ ഘട്ടത്തിൽ എന്താണ് അവിടെ ഉണ്ടായത്? ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവും ഇതൊക്കെ ആയിട്ടുള്ള നമ്മുടെ യൂനിസ് അവിടെ ഈ പറയുന്ന സർക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകുകയും യൂനിസ് സർക്കാർ അവിടെ ഇടക്കാല സർക്കാരായിട്ട് വരികയും ചെയ്തു. ഇന്ത്യ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മളൊരു ഇടത്താവളം അല്ലെങ്കിൽ ഒരു താവളം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഇൻഖിലാബ് മഞ്ച് എന്ന് പറയുന്ന ഈ പറയുന്ന ഷെരീഫ് ഉസ്മാന്റെ സംഘടന, ഈ സംഘടന അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. അപ്പം അവരിനി മത്സരിച്ചിട്ട് ഈ പറയുന്ന യൂണിയൻ സർക്കാരിനെ പോലും താഴെയിട്ട് അവർ സർക്കാരിനെ അധികാരത്തിൽ കയറുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയും. 2026 ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ പലയിടങ്ങളിലും കണ്ടിരുന്നു. അതായത് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം നമ്മുടെ ഇന്ത്യ ആസൂത്രണം ചെയ്തതാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഹാദി അവിടെ ഭരണം പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യൂനിസിന്റെ സംഘങ്ങൾ അദ്ദേഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഞാനൊരു വിഭാഗത്തിന്റെ കേട്ടിരുന്നു. അതെ, അതിനകത്ത് ഇന്ത്യയാണ് ഇത് ചെയ്തതെന്ന് അവർ പറയുകയും അതിനോടൊപ്പം തന്നെ ഈ ഇൻഖിലാബ് മഞ്ചിന്റെ ടീം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലേക്ക് കടന്നു ഇവരെന്നാണ്. അതിർത്തി കടന്ന് മഹാരാഷ്ട്രയിലേക്ക് പോയി ഈ പറയുന്ന ഈ ഷെരീഫിനെ ഉസ്മാൻ ഹാദിനെ കൊലപ്പെടുത്തിയ കുറെ ആളുകൾ ഇങ്ങോട്ട് കടന്നു എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഹിന്ദു കൊല നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ഹിന്ദു കൂട്ടക്കൊല സംബന്ധിച്ചിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അത് കണ്ടിട്ടുണ്ടാവും. ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ VHP വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ അവിടുത്തെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഭാരത സർക്കാർ ഇടപെടണം, മോദി ഇടപെടണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിന്റെ ഏകദേശം 1 കിലോമീറ്ററിന് അപ്പുറത്ത് ഡൽഹി പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയുണ്ട്. 1000-കണക്കിന് VHPയുടെ പ്രവർത്തകരാണ്, ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് അവിടെ കൂടിയത്. അവർ പോലീസുമായിട്ട് ഒരു നേരിയ തോതിലെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു. ഇത് ഈ പറയുന്ന നമ്മുടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റെ മുമ്പിലുണ്ടായ സംഭവം മാത്രമല്ല, രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത് സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നേപ്പാളിലായിക്കോട്ടെ, മറ്റ് വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെയെല്ലാം ഉണ്ടാകുന്ന ഹിന്ദു കൂട്ടായ്മകൾ, ഹിന്ദു സംഘടനകൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു നരഹത്യക്കെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഹിന്ദു നരഹത്യ എന്ന് പറയുന്ന ഘട്ടത്തിൽ പലപ്പോഴും പല ആൾക്കാരും പറയുകയാണ് അങ്ങനെ ഒരു നരഹത്യ അവിടെ നടക്കുന്നില്ല എന്ന തരത്തിലാണ് പറയുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട ആക്രമണം എന്ന നിലയിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അവിടുത്തെ ഒരു ടേബിൾ എടുത്ത് നോക്കുകയാണ്. അതായത് അവിടുത്തെ ജനസംഖ്യന്റെ ഒരു ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1948 അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 28% ആയിരുന്നു ഹിന്ദു പോപ്പുലേഷൻ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8% ആണ്. ഈ 20% പോപ്പുലേഷൻ ഈ ഇത്രയും വർഷം കൊണ്ട് എവിടെ പോയി?
അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ അവരെ എല്ലാവരും തന്നെ വന്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോന്നും നമുക്കറിയില്ലല്ലോ. വന്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അവിടെയുള്ള പോപ്പുലേഷനൊന്നും. അപ്പം ഈ പോപ്പുലേഷൻ എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട കൊലപ്പെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ അവിടുത്തെ ഹിന്ദു ജനവിഭാഗത്തെ തീർത്തു അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ ദീപു ചന്ദ്രൻ ദാസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ മതനിന്ദ ആരോപിച്ച് ഈ പറയുന്ന ദീപു ചന്ദ്രദാസിനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും അവിടുന്ന് പോലീസുകാർ ജനസമൂഹത്തിനെ വിട്ടുകൊടുത്തു എന്നാണ് നമുക്ക് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ കലാപകാരികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എടുത്തു എന്നാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ദീപു ചന്ദ്രദാസിനെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരാണ് ഇട്ടുകൊടുത്തത്. അപ്പൊ അവിടുത്തെ ഈ പറയുന്ന ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തുന്ന ഒരു ഹിന്ദുവിനെ കൊലപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്തം അവിടുത്തെ സർക്കാരിനും പോലീസിനും ഉൾപ്പെടെയുണ്ട്. നമ്മൾ നേരത്തെ ഈ അക്രമകാരികൾ എന്ന നിലയിൽ മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടുത്തെ ഹിന്ദു ജനസംഖ്യയെ ഇല്ലായ്മ ചെയ്യുന്നതിനകത്ത് അവിടുത്തെ സർക്കാരും പോലീസിനും ഈ ഇടക്കാല സർക്കാർ എന്ന നിലയിൽ വന്നിട്ടുള്ള യൂണി സർക്കാരിന് ഉൾപ്പെടെ ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും ഒടുവിലായി മറ്റൊരു വിദ്യാർത്ഥി നേതാവായിട്ടുള്ള വ്യക്തി കൂടെ ഇതേപോലെ വെടിയേക്കുന്ന നിലയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഈ ദിബു ചന്ദ്രദാസ് എന്നൊരു ഹിന്ദുവിനെ അവിടെ കൊലപ്പെടുത്തുകയുണ്ടായി. അവിടെ ആ ഒരു സർക്കാർ, ബംഗ്ലാദേശി സർക്കാരിന് അവിടെയുള്ള ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവില്ലായ്മയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് കൊൽക്കത്തയിലെ ഒരു പരിപാടിക്കിടെ പറഞ്ഞിട്ടുണ്ട്. 22-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു. കൊൽക്കത്തയിലെ ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹം ഒരുപാട് ഈ ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾ പറഞ്ഞു. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഹിന്ദുക്കൾ, ഈ ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ആ ന്യൂനപക്ഷ വേട്ട, ആ വേട്ടയിൽ നിന്ന് അവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഭാരത സർക്കാർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരത്തെ അറിയാവുന്ന തന്നെ നമ്മൾ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾക്ക് അപേക്ഷ വെച്ചതിനെ തുടർന്ന് നമ്മൾ CA ഇതിനെ തുടർന്ന് നമ്മൾ ഇവിടെ അഭയം കൊടുക്കുകയുണ്ടായി ഒരുപാട് പേർക്ക്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് പ്രകാരം എനിക്ക് തോന്നുന്നത് 1.31 കോടി ജനങ്ങൾ മാത്രമാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. 1.31 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 1.31 കോടി ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും ഭാരതത്തിന് ഇന്നുണ്ട്. ഈ ഭാരതത്തിന് ഇന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള സെൻസർ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 4 കോടിയിലധികം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ട് നോക്കിയാൽ അതിനും കൂടുതലുണ്ടാവും കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഈ മമത സർക്കാരൊക്കെ അവിടെ വലിയ രീതിയിലാണ് ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക് സ്വീകരണം കൊടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പൊ 4 കോടിയുള്ള ഈ പറയുന്ന ബംഗ്ലാദേശികളിൽ പകുതി പേരെ പുറത്താക്കിയ പോലും നമുക്ക് ഈ പറയുന്ന അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അവർക്ക് പാർപ്പിടവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ബംഗ്ലാദേശിൽ എന്താണ് അവിടുത്തെ പ്രക്ഷോഭം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതൊരു ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് പോലും വലിയ തരത്തിലുള്ള ഒരു സംരക്ഷണ വലയം നമുക്ക് ഒരുക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ തന്നെ ഭാരതം ബംഗ്ലാദേശിലുള്ള നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയിലുള്ള അവരുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളിലൊന്നും തന്നെ ഈ പുറം രാജ്യങ്ങളൊന്നും ഇടപെടാറില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനും നമ്മൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായ ഘട്ടത്തിലെല്ലാം തന്നെ പുറം രാജ്യങ്ങൾ അങ്ങനെയൊന്നും കാര്യമായി ഇടപെട്ടില്ല. തുർക്കി പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രം പാകിസ്ഥാന് അനുകൂലമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും ഇത് ഇപ്പോഴത്തെ ഈ ബംഗ്ലാദേശ് ഇന്ത്യ വിഷയത്തിനകത്ത് റഷ്യ ഇടപെടുകയാണ്. റഷ്യ ഇടപെട്ടിട്ട് റഷ്യയുടെ അവിടുത്തെ സ്ഥാനപതി പറയുകയാണ് 1971 മറക്കരുത് എന്ന് പറയുകയാണ്. 1971 എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനും ചൈനയും US എല്ലാം ഉൾപ്പെടെ ഒരൊറ്റ ചേരിയിലേക്ക് എത്തിക്കും. ഇപ്പുറത്തെ സൈഡിൽ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഭാരതത്തിനോടൊപ്പം തന്നെ നിന്നത് ആ കൂടി റഷ്യ മാത്രം, സോവിയറ്റ് യൂണിയൻ, റഷ്യയാണ്. അപ്പം 1971 മറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശികൾ ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചൊറിയാൻ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചൊറിച്ചിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം വലിയ രസകരമായ സംഭവം ഉണ്ടായി. അതിർത്തിയിലേക്ക് കുറെ മറ്റേ ട്രാക്ടറുകളും
ടിപ്പറുകളൊക്കെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് അതിർത്തിയിലെ നമ്മുടെ BSFകാരെ ഭീഷണിപ്പെടുത്താനും ഇങ്ങോട്ട് വെടിവെക്കാനൊക്കെ നോക്കി. അവർ ആയുധങ്ങളൊന്നുമില്ല, അവരിങ്ങോട്ട് വെക്കും. ട്രാക്ടർ നമ്മുടെ അതിർത്തിയിലെ നമ്മുടെ മുള്ളുവേലികളുണ്ടല്ലോ, ഈ വേലിയിലൊക്കെ ഇടിപ്പിച്ച് നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. BSFകാരെ ആകാശത്തേക്ക് മാത്രം വെടിവെച്ചതേ ഉള്ളൂ, പിന്നെ അവന്മാരെല്ലാം ട്രാക്ടർ ഇട്ട് എങ്ങോട്ടേക്കോ പോയി. എന്തായാലും ഇതൊരു തുടക്കമാണ്. ഇങ്ങനെയാണ് ഈ അതിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ BSF നേരിടുക, നമ്മുടെ സേന എങ്ങനെയാണ് നേരിടുക എന്നുള്ള ഒരു പരീക്ഷണമായിരിക്കണം അവിടെ നടത്തിയിട്ടുണ്ടാവും. അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ ഇവർ ആയുധങ്ങളുമായിട്ടായിരിക്കും വരാനുള്ള സാധ്യത. അത് വലിയ രീതിയിലേക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് വെടിവെക്കുകയാണെങ്കിൽ അത് ഭാരതവും ആ പറയുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലേക്ക് ആഗോള ശ്രദ്ധ നേടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും UN ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഭാരതം എന്തായാലും ഭാരതത്തിന്റെ നയതന്ത്ര പ്രതിനിധികളെല്ലാം തന്നെ അല്ലെങ്കിൽ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ എത്രയും പെട്ടെന്ന് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം ബംഗ്ലാദേശികൾക്ക് അത്തരത്തിലുള്ള യുദ്ധം ഭാരതത്തിനോട് ചെയ്യാനുള്ള യാതൊരു കെൽപ്പുമില്ല. ഭാരതത്തെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ഇരയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അയക്കും. എന്താ പറയാ, നമ്മള് തല്ലണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പണ്ടത്തെ സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒന്ന് നരേന്ദ്രമോദി ഒന്ന് പേടിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇപ്പൊ അവിടെ ഉള്ളൂ. മറ്റൊരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ യൂണിറ്റ് സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്നത് ഈ പറയുന്ന ഇൻക്ലാബ് മഞ്ചായിരിക്കും. ആ ഇൻക്ലാബ് മഞ്ച് വരികയാണെങ്കിൽ അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് പോകാൻ ഇനി ഒരിക്കലും പറ്റത്തില്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് പോകുന്നില്ല, അവിടെ സുസ്ഥിരമായിട്ടുള്ള സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നതിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഭാരതവും ഷെയ്ഖ് ഹസീനയും, മോദിയും ഷെയ്ഖ് ഹസീനയും ഒരു കാര്യം ആലോചിക്കണം. 1057 മുസ്ലിം രാഷ്ട്രങ്ങളുള്ള ഒരു ലോകമാണ്. അവിടെ ഈ ഷെയ്ഖ് ഹസീന ആ മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് ഒന്നും പോകാതെ ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലേക്ക്, മോദി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അടുത്തേക്ക് അഭയം തേടി വരുന്ന ഘട്ടത്തിലെ ഇത്രയും ആളുകൾ ബന്ധുക്കൾ ഉണ്ടായിട്ടും ബന്ധുക്കളല്ലാത്ത മറ്റൊരു അയൽവാസിയുടെ അടുത്ത് അഭയം തേടി വരുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയെ സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മൾ അതിഥികളെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഭാരതീയത. അതുകൊണ്ട് ഇനി ബംഗ്ലാദേശിന്റെ കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയണം.